ഇവിടെ ഇയാൾ പണത്തിന് വേണ്ടി എല്ലാ ദിവസവും ബീജം ദാനം ചെയ്തു. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ 800 തവണ ദാനം ചെയ്ത് $30,000 വരെ സമ്പാദിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അയാൾ കേസിൽ കുടുങ്ങി. ബീജദാനം വഴി 600 സ്ത്രീകൾ ഗർഭം ധരിച്ചു. അതിൽ 200 കുട്ടികൾ താങ്കളുടെ പിതാവ് ആരാന്നറിയാൻ ആഗ്രഹിച്ചു. അതിനായി അവർ കേസ് കൊടുത്തു. എന്നാൽ അയാളുടെ ഐഡന്റിറ്റി മറച്ചു വയ്ക്കാനുള്ള അവകാശം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അഡ്വക്കേറ്റ് ആ 200 കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് അവന് കേസിന് ശേഷം കൈമാറി. ആദ്യം അവൻ അറിയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് കളഞ്ഞെങ്കിലും അവൻ്റെ കുട്ടികൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം അവൻ അത് നോക്കാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് അവനൊരു ഫയൽ എടുത്തു. അവനാകെ വണ്ടറടിച്ചു പോയി. കാരണം ആ കുട്ടി ഒരു ഫുട്ബോൾ താരമായിരുന്നു. അവൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫുട്ബോളർ ആകണമെന്നത്. എന്നാൽ ഇപ്പോൾ അവൻ്റെ ഈ മകനിലൂടെ ആ ആഗ്രഹം നടന്നിരിക്കുന്നു. അതിനാൽ ഇയാൾ രഹസ്യമായി അവൻ്റെ കളി കാണാൻ പോകുന്നു. അവൻ ഗോൾ അടിക്കുമ്പോൾ ഇയാൾ വളരെ ആവേശഭരിതനാകുന്നു. അതിനുശേഷം ഇതുപോലെ ഓരോ കുട്ടികളെയും രഹസ്യമായി സന്ദർശിക്കാനും മോശം അവസ്ഥയിലുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും തീരുമാനിക്കുന്നു. അപ്പോഴാണ് ലൈഫ് ഗാർഡ് ജോലി ചെയ്യുന്ന ഇവൻ്റെ മറ്റൊരു കുട്ടിയെ കാണുന്നത്. ആരും മുങ്ങാത്തത് കൊണ്ടും അവന് ജോലി കുറവായതുകൊണ്ടും അവന് ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ മുങ്ങുന്നത് പോലെ അഭിനയിച്ച് അവൻ്റെ ജോലി നഷ്ടപ്പെടാതെ അവനെ സഹായിക്കുന്നു. അങ്ങനെ അവൻ അവൻ്റെ 200 കുട്ടികളെ സന്ദർശിച്ച ശേഷം അവനാകെ ഇമോഷണലായി അവൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തന്നെ അവൻ തീരുമാനിക്കുന്നു.